ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡേ. ഇന്ന് നമ്മള് രാവിലെ തന്നെ ബുർജ് ഖലീഫയിലേക്ക് പിന്നെയും പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ട് ഇന്ന് ബുക്ക് അപ്പൊ ഇന്ന് എന്തായാലും കേറിയിട്ടാ വരുള്ളൂ എന്ന് തോന്നുന്നു. ബുക്ക് ചെയ്തിട്ടാ പോണേ, അതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് ബുർജ് ഖലീഫയിലേക്ക് പോവാം. ബുർജ് ഖലീഫയുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കണം. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറാനുള്ള ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ. കണ്ടോ, ലിഫ്റ്റ് വരുന്നുണ്ടോ? സെക്കൻഡ് ഓരോ നേരം കടന്നു പോകണേ ഞാൻ കാണുന്നത് കേട്ടോ. എൻ്റെ മീനെ പെട്ടെന്നല്ലേ ഈ ലിഫ്റ്റിലാണ് നമ്മൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ, മറ്റുള്ളവർ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയേ. അയ്യോ, ലിഫ്റ്റിനകത്ത് അടഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഇരുട്ടായിരുന്നു. പിന്നെ പതിയെ ഗാലക്സി പോലെ വന്നു തുടങ്ങി. പിന്നെ ഇനി നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ 14ാമത്തെ നിലയിലെത്തിയിട്ട് ഞങ്ങൾ 17. ആ ബിൽഡിങ്ങൊക്കെ നല്ല രസം. ഇത്ര പെട്ടെന്ന് നോക്കിയത് 34 നമ്മൾ എണ്ണയ്ക്ക് മുമ്പ് ലിഫ്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ ദുബായ് ഫുള്ള് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റിനകത്ത്. നമ്മൾ മേളിലേക്ക് എത്തണതും അറിയില്ല, ഒന്നും അറിയില്ല. കാഴ്ചകളും കണ്ടിങ്ങനെ രസമായിട്ട് പോവാം. നല്ല രസം. ഇപ്പം എത്തും. വാവ്, ഗാലക്സി വന്നു. അടിപൊളി, സൂപ്പറാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഓരോ നില കയറുന്നത് അറിയുന്നേയില്ല. അത് 115ാമത്തെ നിലയിലെത്തി ഞങ്ങൾ. 121ആയി. അങ്ങനെ ഇപ്പം നമ്മളെത്തും. സൂപ്പർ, 124ാമത്തെ നിലയിലെത്തി. നമ്മൾ ടോപ്പിലെത്തി. ബുർജ് ഖലീഫ കയറി. എൻ്റെ അമ്മ, സൂര്യനെ ഉദിച്ചു തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ വെളുപ്പിനെ പോകുന്നു. ആദ്യത്തെ ഇതിൽ തന്നെ കയറി നോക്കി. അപ്പോഴൊന്നും കാണാൻ പറ്റില്ല. അവിടെ താഴെ നിൽക്കുമ്പോൾ കൂറ്റാൻ കട്ടറങ്ങളൊക്കെ ആയിട്ട് തോന്നിയതാ. ഇവിടെ നിന്നപ്പോൾ അതൊക്കെ ചെറും തീപ്പെട്ടിക്കൊള്ളി പോലെ ആളുണ്ട്. തീപ്പെട്ടി പോലെ. ഏത് ആ ഫുള്ളല്ലേ? ആ തൊളയെ കൂടെയൊക്കെ ആയിരിക്കും. നമ്മൾ ഏതോ ഒരു തൊളയെ കൂടെയൊക്കെ കണ്ടേ. നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാ വശങ്ങളിൽ നിന്നും നോക്കട്ടെ. അപ്പോൾ ദുബായ് ഫുള്ള് ശരിക്കും ഇതിൻ്റെ എല്ലാ വശത്തിൽ നിന്നും നോക്കുമ്പോൾ മനസ്സിലാവും. അതെ, ഇവിടെ കുറേ കെട്ടിടങ്ങൾ. സ്ഥലം കാണാനുള്ള നമ്മള് ശരി. അപ്പുറത്തെ
ഫുള്ള് ചുറ്റി കാണാം അല്ലേ? നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. എന്നെ വളരെ സൂപ്പറാണ്. അടിപൊളി. അവള് കൊറേ ദിവസം 2 ദിവസമായിട്ട് ഇതിന്റെ പുറകെ തന്നെ വളൊരു കാണാത്തോട്ട് സെറ്റപ്പ് സംഭവം. നമ്മള് താഴെ നിന്ന് നോക്കുമ്പോ വലിയ കട്ടറകളായിട്ടൊക്കെ തോന്നി. ഇതിപ്പോ കണ്ടോ കുഞ്ഞു അങ്ങനെ നോക്കുമ്പോ അത്ര ഫീൽ അടിക്കില്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് വെള്ളക്കോല് കാണാം. എന്ത് കാണാട്ടോ. മതി ഉച്ചയാകുമ്പോ ഒരു എന്റർടൈൻമെന്റും ഇല്ല. ഇതൊക്കെ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലുള്ള പ്രോസസ്സിങ് ആട്ടോ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആ പ്രോസസ്സിങ് കാര്യങ്ങൾ കഴിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ, പിന്നെ അപ്പുറത്തായിട്ട് ഇത് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആട്ടോ. പിന്നെ ഇവിടെ ബിൽഡിങ് പണിയുന്ന ഓരോരോ സ്റ്റെപ്പായിട്ട് ഇവിടെ ഇങ്ങനെ വീഡിയോസിൽ നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ നിർമ്മാതാക്കൾ, ഇതിൻ്റെ എഞ്ചിനീയർമാർ ഇതൊക്കെയാണ്. വീഡിയോ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മള് വീട്ടിലോട്ട് ലീഫൊക്കെ കണ്ടു. സന്തോഷമായി, അതിശയമായി, അടിപൊളിയായിരുന്നു. അടിപൊളി സമ്മതിക്കണം. അപ്പൊ അതും അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.